ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ പറയണ്ടേ, യാത്ര ചെയ്യാൻ പറ്റൂലെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം എനിക്ക് യാത്ര ചെയ്ത് ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗിലുണ്ടായിരുന്ന നമ്മുടെ അനുപമ ചേച്ചിയുടെ വീട് വരെ. ചേച്ചി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മിക്കവാറും അറിയത്തുള്ളൂടാ. ചേച്ചിയുടെ വീട് വരെ വേണ്ടൊന്നും വരേണ്ട കാരണം, അതായത് ഇപ്പോൾ വയ്യായ്ക വെച്ചോണ്ട് ഞാൻ വരാനുള്ള കാരണം എനിക്ക് അതായത് ഏകദേശം വെള്ളിയാഴ്ച കൊണ്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ഫേസ്ബുക്കിൽ. എൻ്റെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പം മോണിറ്റൈസിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെറ്റപ്പ് ചെയ്യാൻ ഞാൻ ആദ്യം മോണിറ്റൈസിൻ്റെ നോക്കിയ ആൾക്കാർ നോക്കിയും ബിസിയായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും എനിക്കത് ആ സമയം കൊണ്ട് ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എത്രയും വേഗം നോക്കിയില്ലെങ്കിൽ എനിക്കും പെൻഡിങ് ആവും, എനിക്കും അതിനുള്ള നടപടികളൊക്കെ ചെയ്യാൻ പറ്റില്ല. വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയും വേണം. അതുകൊണ്ട് അതിൻ്റെ സംബന്ധിച്ച ഡൗട്ട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, പിന്നെ അതായത് ഞായറാഴ്ച സമയം കണ്ടെത്തി എന്തായാലും അവരും ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് അങ്ങനെ ഓൺലൈൻ ആയിട്ടല്ലേ എന്താ ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ് ആണെന്ന് പറഞ്ഞാലും രഘുവിന് ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഡൗട്ടൊക്കെ നീ ചോദിച്ചാൽ മതി. പക്ഷെ എനിക്കൊരു പേടിയുണ്ട്, ബുദ്ധിമുട്ടിക്കാൻ പേടിയുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട. പക്ഷെ അവർ അപ്പൊ ഇത്രയും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആവശ്യമല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം കാനങ്കാടാണ്, മാവുങ്കാല് ആണ് സ്ഥലപ്പേരല്ലേ. അപ്പൊ അവിടെ അവരുടെ വീട്ടിലേക്ക് വന്നു. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചെയ്തു. വന്നതിന് ശേഷം ഇവിടുന്ന് ഫോണിൽ തന്നെ ചെയ്തു. അപ്പം ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാണ് ചേച്ചി പറഞ്ഞത്. മോണിറ്റൈസിന്റെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. അതായത് സപ്പോർട്ട് ചെയ്യും, നമ്മൾ അങ്ങനെ അവർ പറയരുത്. കാരണം അവരുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്. ഞാൻ പോലും വിശ്വസിക്കാതെ എത്തിപ്പെട്ട ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട ഒരു മീഡിയ ആണ്. എനിക്ക് വലിയ എത്ര കടപ്പാടും നന്ദിയും പറഞ്ഞാലും തീരൂല, അത്രയും എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഇനിയും അങ്ങോട്ടും തന്നെ ഇതിൽ കൂടുതലും സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസവും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ എത്തിച്ച, മോണിറ്റൈസ് ചെയ്യാനും എന്നെ ഇൻകത്തിന് അർഹത. അതായത് അതൊരു $100 അല്ലേ, $100 കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ എനിക്ക് ആദ്യത്തെ ഫേസ്ബുക്കിന്റെ സാലറി എവിടെ മറ്റേ നമുക്ക് അയച്ചു തരുള്ളൂ. എത്രയാണെന്ന് എനിക്കറിയില്ല, എത്രയാണ് വരിക എന്നൊന്നും എനിക്കറിയില്ല. അപ്പം വന്നതിന് ശേഷം ഞാനത് നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതാണ്. ഇത്ര പൈസ വന്നു എന്നുള്ള അടക്കം എനിക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നേരത്തെ ഇപ്പം നമ്മുടെ പൈസ വരാത്ത ടൈമിൽ എന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു ഉണ്ട്, സാലറി മേടിക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് വെറുതെയാണ്. പക്ഷെ വന്നതിന് ശേഷം തെളിവടക്കം ഞാൻ പറയാം. നമുക്കേ അറിയത്തുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞ് ഇത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ രഘുവിന് ഇത്ര 74K ഫോളോവേഴ്സ് ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്. പുറമേ നിന്ന് എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും അതുമല്ല, രഘുവിനിപ്പം ഇപ്പൊ എന്താ പറയാ, ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ഇത് വലിയൊരു സപ്പോർട്ടുമാണ്. 5000 ആണെങ്കിൽ 5000 നമുക്കത് അതുകൊണ്ടാണ് തിടുക്കം വെച്ച് പെട്ടെന്ന് എനിക്കിപ്പം മറ്റേ ആദ്യം മോണിറ്റൈസ് ചെയ്ത അവരോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരും തിരക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവരെ കൂടെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആദ്യം നമ്മൾ കാഞ്ഞങ്ങാട് തന്നെ വ്ലോഗ് ചെയ്തിരുന്നു. ചേച്ചിയോടൊന്ന് പിടിച്ച് ഡൗട്ട് ചോദിച്ചാലേ ഇങ്ങനെ നോട്ടിഫിക്കേഷനും വന്നു. ഞാൻ എന്തായാലും അതിനകത്ത് കയറി കൈകാര്യം ചെയ്യില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും പെടുത്തില്ല. ഇംഗ്ലീഷ് അറിയാം എങ്കിലും ഒരുപാട് ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് പേടിച്ചിട്ടാണ്. അപ്പം ചേച്ചി ആകുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്ത് നല്ല തഴക്കവും പഴക്കമൊക്കെ ഉണ്ട്. അതൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. വരാൻ പറഞ്ഞു, ഞായറാഴ്ച തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റുന്നത്. ചേച്ചി ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു എന്ത് സംസാരിച്ച് ചോദിക്കും ഞാൻ പറഞ്ഞു തരാം, ബില്ലിംഗ് ആണ്. അപ്പോൾ ആ ഒരു വിശ്വാസം എന്നെ രക്ഷിച്ചു. വന്നു, കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ചെയ്ത് തന്നു. മോണിറ്റൈസ് കംപ്ലീറ്റ് ആയെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇനി ആ $100 എന്നോ ആവും. അതിന് വീഡിയോ ഇട്ടോളം മാത്രം, എൻ്റെ കട മാത്രമേ ഉള്ളൂ. വീഡിയോ ചെയ്ത് കൊടുക്കുക, നമ്മൾ ചെയ്യുന്ന ഒക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുക. ആ $100 എന്നാവുന്നു. അപ്പോൾ ആദ്യത്തെ സാലറി എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും അത് വന്നിട്ട് ഫേസ്ബുക്കിൽ തന്നെ അറിയിക്കുന്നതാണ്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ സാലറി എത്രയാണെന്ന് പറയുന്നതിന് അത് എത്രയാണെങ്കിൽ പോലും അതുപോലെ തന്നെ ഞാൻ പറയും. ഒരു കളത്തരായാലും കാണിക്കേണ്ട കാര്യമില്ല. ചില്ലറ പൈസയാണെങ്കിലും അത് ഏകദേശം ചെറിയ വലിയ പൈസയാണെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് പറയുന്നതാണ്. അതിപ്പം സത്യമായ വാചകമാണ്. ഇപ്പം ഇവിടെ നമുക്ക് നുണമായിട്ടൊന്നും കിട്ടാനില്ല. ഇതുവരെ എനിക്കൊരു 10 രൂപ പോലും സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുമില്ല. അതെന്തായാലും എന്നെ സത്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. മോണിറ്റൈസ് ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹാപ്പി. എനിക്കൊന്ന് പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല, അത്രയും കടപ്പാട് നന്ദി നാട്ടുകാരോടും. ഇപ്പം എന്താ പറയണ്ട, എന്നെ ഒരു കൈസാഖ്യം എന്ന രീതിയിൽ ചേച്ചിക്കും ഓക്കെ. അപ്പൊ ഒരുപാട് എന്താ പറയാ, നമ്മളന്ന് കണ്ടപ്പോ മുതൽ ഒരു അനിയനെ പോലെ ഞാനും ശശിയേട്ടനും ഇടയ്ക്ക് പറയണമല്ലേ, ഇവര് തിരക്കും വാട്സാപ്പില് എന്ത് തിരക്കിലാണപ്പം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കും
എന്താണ് ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ കൂടി ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു പോരായ്മ എനിക്കുണ്ട് കേട്ടോ. ഇവർ കഴിഞ്ഞിടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു നീ ഒന്നും കൂടെ കയറി നോക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേർക്കാണ് ഞാൻ ഒന്നും കൂടെ കയറി ഒന്ന് തപ്പിയൊക്കെ ഇവരും മറ്റേ എന്നെ ആദ്യം മോണിറ്റൈസ് ചെയ്തെന്ന് ഏട്ടനും കൂടെ ആ ഏട്ടനും കൂടെ പറഞ്ഞു തന്നപ്പം ഞാൻ കയറി ഒന്ന് കാര്യമായിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് സംഗതി ഞാൻ എൻ്റെ ഭാഗത്തും കൂടെ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ നന്നായി നോക്കേണ്ടിയിരുന്നു, ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പം മോണിറ്റൈസ് കറക്റ്റായിട്ടെല്ലാം സമയം കഴിഞ്ഞു, ചെയ്തു കൊടുക്കുന്ന സമയം കഴിഞ്ഞു. അപ്പം അത്രയാണ് ഇവിടെ സംഭവിച്ചത്. ഏകദേശം ഇപ്പം നമ്മളൊരു 5 മിനിറ്റും മിനിറ്റ് അത്രയായിരുന്നു. അപ്പം ഇത്രയും നമ്മളെ നമ്മുടെ ഈ ലെങ്ത് വീഡിയോ ആളുടെ തന്നെ കയറി കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ശിഖ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ രണ്ടുപേരും ഏകദേശം ഉണ്ടല്ലോ ഞാന് എനിക്ക് ഇപ്പൊ 3 മാസമായാലും എനിക്ക് സുഖമില്ലാതെ. അതിന് മുമ്പ് ഒരു ദിവസം സുഖം ഇല്ലാതായതിനു ശേഷമാണോ എന്നോ ഞാന് പറശ്ശിനിക്ക് പോയിരുന്നു. അന്ന് ചേച്ചിയുടെ അനിയനെ ചേട്ടനെ ഞാൻ വിചാരിച്ചു അനിയനാണ്. കണ്ടപ്പോ എന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. ഞാന് ശിഖച്ചേച്ചിയുടെ ചേട്ടനാന്ന് പറഞ്ഞു. മുഖച്ചയുണ്ട്, പക്ഷെ നമുക്ക് അനിയനാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അവരും നമ്മളോട് സ്നേഹത്തിൽ സംസാരിച്ചു. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇവിടം വരെ വന്നു, വയ്യായിക ആണെങ്കിൽ പോലും വന്നു. അപ്പം വയ്യായിക ചെറുതായിട്ട് മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയും മുന്നോട്ട് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം. നിങ്ങളുടെ അനിയനായും പിന്നെ ചേട്ടനായും എന്താ പറയണ്ടേ ചെറുമോനായും ഒക്കെ എന്നെ കാണുന്നുണ്ട്. മെസ്സേജൊക്കെ അതുപോലെയാണ് വരാറുള്ളത്. എനിക്കറിയാം. ഞാൻ എല്ലാവരും മാക്സിമം റിപ്ലൈ കൊടുക്കും. ആ ലൈവ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുത്തിട്ട് എല്ലാവരും ഞാൻ ഹാപ്പി ആക്കാൻ നോക്കാറുണ്ട്. റിപ്ലൈ കിട്ടുമ്പോൾ തന്നെ ഓരോരുത്തരുടെ സന്തോഷം കാണണം. പലപ്പോഴായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ വീഡിയോയിൽ. റിപ്ലൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ. എന്റെ ഒരു ലൈക്കും നമുക്കത് എന്താ പറയാ അവര് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു ലൈക്ക് കമന്റ് നമുക്ക് ചെയ്യുന്ന തെറ്റില്ലെന്നാണ് എന്നോട്. ഞാൻ ബ്ലോഗർ എന്നല്ല പറഞ്ഞത്, എല്ലാ ബ്ലോഗറും ശ്രദ്ധിച്ച നല്ലതായിരിക്കും. എനിക്ക് മനസ്സിലായ കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു റിപ്ലൈ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അവർ. ഒരു റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് പറയും എൻ്റെ അടുത്ത് പലപ്പോഴും. ഇൻസ്റ്റാഗ്രാം പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്ലോഗർ എന്ന നില വേറെ ഉള്ള പറഞ്ഞാണ് അതിൽ എന്നെക്കാളും വലിയ നിലയിലും ചിലപ്പോൾ താഴ്ന്ന നിലയിലുള്ള വ്ളോഗറൊക്കെ ഉണ്ടാവും. അപ്പം പറഞ്ഞിട്ട് തെറ്റിപ്പോയാണ്. അപ്പോൾ അവരൊക്കെ ഒരു റിപ്ലൈ കൊടുക്കുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റിപ്ലൈ കൊടുക്കണം, അപ്പോൾ നിങ്ങൾക്ക് അവരുടെ റെസ്പോണ്ട് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പോൾ ഇത്ര അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം അവർക്ക് റിപ്ലൈ കൊടുത്താൽ ഒരു തെറ്റുമില്ല. അവർ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു റിപ്ലൈ കൊടുക്കുന്ന ഒരു തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും എന്താ പറയണ്ടേ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര 8 മിനിറ്റോളമായി ഇപ്പോൾ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ ഇനിയും കൂടുതലൊന്നും പറയാനുള്ള ഇനിയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം മോണിറ്റൈസ് ആയ കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ബൈ.